ഞങ്ങൾ അമ്മമാർക്ക് പണ്ടേ ഉള്ള ഒരു പരിപാടിയാണ്. എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം അവർ കഴിക്കുന്നുണ്ട് വീണ്ടും വാങ്ങിക്കും. അന്നേരം അവരത് കഴിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് തീർക്കാൻ വേണ്ടി അതിനെ വേറെ എന്തെങ്കിലും ഒരു ഫോമിൽ മിക്കവാറും വന്നിട്ട് എല്ലാം കൂടെ എടുത്ത് വേസ്റ്റ് കളയും. ഒരു സാധനം കളയണ്ടെന്ന് വിചാരിച്ചുണ്ടാക്കിയിട്ട് കുറേ സാധനങ്ങളായിരിക്കും അതിൻ്റെ കൂടെ വേസ്റ്റ് ആയി പോയിണ്ടാവും. ഇവിടെ ഇപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ പിള്ളേര് കഴിക്കുന്നുണ്ട്, കുറച്ച് പഴം വാങ്ങി വെച്ചതാണ്. ഞാൻ ഇന്നേ വരെ ഒരു പഴം തന്നെ കഴിച്ചിട്ടില്ല കേട്ടോ. പഴവും പാനിയോ അല്ലെങ്കിൽ അരി പൊടിച്ചാലൊക്കെ കൂട്ടിയിട്ടല്ലാണ്ട്. പക്ഷെ പിള്ളേർ അതേപോലെ അല്ല കേട്ടോ. അവർക്ക് ഇടയ്ക്കൊക്കെ കിട്ടുമ്പോൾ നല്ല ഇഷ്ടത്തോടെ കഴിക്കാറുള്ള ഒരു സാധനമായിരുന്നു കേട്ടോ. അതുകൊണ്ട് വാങ്ങി വെച്ചതാണ്. വാങ്ങി വെച്ച് കഴിഞ്ഞ് 2 എണ്ണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർക്ക് വേണ്ട. പിന്നെ ഇപ്പം ആ പഴം എന്ത് ചെയ്യാൻ പറ്റും? കളയാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വേറെ എന്തെങ്കിലും ആയിട്ട് മാറ്റണമല്ലോ. പഴമാണെങ്കിൽ ഇരുന്ന് കുറച്ച് പഴുത്തും പോയി. അതുകൊണ്ട് ചുമ്മാ കഴിക്കാനും പറ്റാത്ത അവസ്ഥയായി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു മാർഗ്ഗമുള്ളൂ. കുറച്ച് അരി വറുത്ത് അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ശർക്കരയൊക്കെ ചേർത്തിട്ട് അതിൽ പഴം ചേർത്ത് അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പണ്ടൊക്കെ അരി വറുത്തിട്ട് അത് കട്ടൻ ചായയിലിട്ടൊക്കെ തിന്നുമായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഇങ്ങനെയൊന്നും കൊടുത്താൽ വലിയ ഇഷ്ടമൊന്നും അല്ല കേട്ടോ. പക്ഷെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ അല്ലേ കൊടുക്കുന്നുള്ളൂ. അന്നേരം ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനത് ഉണ്ടാക്കി. അതിനകത്ത് ഉണ്ടായിരുന്ന നല്ല പഴമൊക്കെ ചേർത്ത് തിരഞ്ഞെടുത്ത് എല്ലാം കൂടി അരിഞ്ഞ് അതങ്ങ് കൂട്ടി ഇളക്കി എടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് അങ്ങ് തിരുമ്മി എടുക്കുവാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ഞാൻ കൈ കൊണ്ടൊന്നും തിരുമാൻ പോയി. പള്ളിപ്പെരുന്നാളിനൊക്കെ ഇതേ കൂട്ട് നമുക്ക് നേർച്ച കിട്ടും. അത് എനിക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ട സാധനമാണ്. ഞാനും പഴം ചുമ്മാ തിന്നാറില്ലെങ്കിലും ഇങ്ങനെ കൂട്ടിയൊക്കെ ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ പഴം ഞാൻ കഴിക്കാറുണ്ട്. ഏതായാലും എൻ്റെ പരീക്ഷണം വെറുതെ ആയില്ല. ഒരു പഴം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര സാധനങ്ങൾ എടുത്തെങ്കിലും വേസ്റ്റ് ആയില്ല കേട്ടോ. പിള്ളേർ സാധനം കഴിച്ചു ഏതായാലും.